പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ പ്രകാശകിരണങ്ങളാൽ പ്രകാശിതരായി വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള കൃപ യാചിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ പാടി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നേരവും സ്തുതി ആരാധന. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഫരിസേയർ വന്ന് അവനുമായി തർക്കിക്കാൻ തുടങ്ങി. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെട്ടു. അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. അവൻ അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി. പ്രിയമുള്ളവരെ, അനേകം അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും യേശുവിൻ്റെ അതുല്യ ശക്തിയും ദൈവത്വവും മനസ്സിലാക്കിയിട്ടും ഫരിസേയരും യഹൂദ പ്രമാണികളും അത് അംഗീകരിക്കുന്നില്ല. യേശുവിൻ്റെ ശക്തി പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിൽ നിന്നാണെന്നാണ് ഫരിസേയരുടെ നിഗമനം. അവർ വന്ന് യേശുവിനോട് തർക്കിക്കുകയും അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നൊരടയാളം ആവശ്യപ്പെടുകയും ചെയ്തു. അവർ സ്വർഗത്തിൽ നിന്ന് അടയാളം ആവശ്യപ്പെട്ടത് യേശുവിൽ വിശ്വസിക്കാനോ അവനിൽ നിന്ന് പഠിക്കാനോ വേണ്ടിയിട്ടല്ല, പിന്നെയോ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് സുവിശേഷകൻ സ്പഷ്ടമായി പറയുന്നു. യഥാർത്ഥത്തിൽ ഇതുവഴി ഫരിസേയർ സാത്താൻ്റെ ഉപകരണമായി തീരുകയാണ്. യേശുവിനെ പരീക്ഷിച്ച സാത്താൻ്റെ ഉപകരണങ്ങളായി തീരുകയാണ്. യേശു ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. യേശു ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടു എന്ന് പറയുന്നത് ഗത്സമേനിൽ യേശു അനുഭവിച്ച വേദനയ്ക്ക് സമാനമായ വേദനയിൽ നിന്നുള്ള നെടുവീർപ്പാണ്. സ്വന്തം ജനം, മിശിഹായെ പ്രതീക്ഷിച്ചിരുന്ന യഹൂദ ജനം, മിശിഹാത്വത്തിൻ്റെ വ്യക്തമായ അടയാളങ്ങൾ യേശുവിൽ കണ്ടിട്ടും വിശ്വസിക്കാതെ യേശുവിനെ പരീക്ഷിക്കുന്നത് കണ്ടപ്പോഴാണ് യേശു ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടത്. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിലിരുന്ന് ഈ തിരുവചനം നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കാം. ഇന്ന് നമ്മെ പ്രതിയും യേശു ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിടുന്നുണ്ടാകുമോ? അതോ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പും ദൈവാശ്രയവുമെല്ലാം കണ്ട് യേശു ആത്മാവിൽ അതിയായി ആനന്ദിക്കുന്നുണ്ടാകുമോ? പരിശുദ്ധ കുർബാനയിലൂടെ യേശുവിനെ സ്വീകരിക്കുന്ന യേശുവിൻ്റെ സ്വന്തമായ നാം അത്ഭുതങ്ങളും അടയാളങ്ങളും തേടുകയും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിശ്വാസികളെ പോലെ ആകുലചിത്തരാവുകയും നിരാശയ്ക്ക് അടിമപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിടുന്നുണ്ടാവില്ലേ? ഈശോയെ, ഞങ്ങൾ അവിശ്വാസികളെ പോലെ അങ്ങയെ പരീക്ഷിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിക്കുകയും ചെയ്തു പോയിട്ടുണ്ട്. നാഥ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ അവിശ്വാസികളാകാതെ, അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിക്കുന്നവരാകാതെ, വിശ്വസിച്ച് ദൈവമഹത്വം ദർശിക്കുന്നവരായി അങ്ങയെ ആത്മാവിൽ അതിയായി ആനന്ദിപ്പിക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത മാതൃകയിലൂടെ അനേകരെ വിശ്വാസ പാതയിലേക്ക് ആനയിച്ച് അങ്ങയെ സന്തോഷിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ലേഖനത്തിൽ, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2:16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ, കർത്താവേ,
സഭയുടെ ശിരസായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ക്രിസ്തീയ പരിപൂർണതയിലേക്ക് സ്വയം വളരാനും ക്രിസ്തുവിൽ സകലരെയും ഏകോപിപ്പിക്കുവാനും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. നമുക്കിപ്രകാരം ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാഗ്രചിത്തരായി തൃപ്പാദത്തിലിരുന്ന് ധ്യാനിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. സർവശക്തൻ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേ